നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഹ്രസ്വകാല വിസ നീട്ടാനും ഓൺലൈൻ. UAE-യുടെ കിടിലൻ തീരുമാനം. UAE-യിൽ ഇനി ഹ്രസ്വകാല വിസ ഓൺലൈൻ വഴി നീട്ടാം. സന്ദർശക ടൂറിസ്റ്റ് വിസകൾ ഇത്തരത്തിൽ ഓൺലൈൻ വഴി 60 ദിവസം വരെ നീട്ടാമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചു. 60 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വിസ പുതുക്കേണ്ടി വരും. സ്മാർട്ട് സേവനങ്ങൾക്ക് 100 ദിർഹം, അപേക്ഷാ ഫോമിന് 50 ദിർഹം, ഇലക്ട്രോണിക് സേവനങ്ങൾക്ക് 50 ദിർഹം എന്നിവയുൾപ്പെടെ വിസ കാലാവധി നീട്ടുന്നതിനുള്ള ഫീസ് 200 ദിർഹമാണ്. വിസ നീട്ടുന്ന അപേക്ഷകന്റെ പാസ്പോർട്ട് 3 മാസത്തിൽ കുറയാത്ത സാധുതയുള്ളതായിരിക്കണം. അപേക്ഷിക്കുമ്പോൾ രാജ്യത്തിന് പുറത്തായിരിക്കണം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നടപടിക്രമങ്ങൾക്കായി നൽകുന്ന രേഖകൾ അപൂർണമാണെങ്കിൽ 30 ദിവസത്തിനകം അപേക്ഷ നിരസിക്കപ്പെടും. ഈ മാതൃകയിൽ ടൂറിസ്റ്റ് വിസകളും ഓൺലൈൻ വഴി നീട്ടാകുന്നതാണ്. 48 മണിക്കൂറാണ് ഇതിനുള്ള നടപടിക്രമങ്ങളുടെ സമയം. സന്ദർശക വിസകൾ 2 മാസം വരെയാണ് പരമാവധി നീട്ടാനാകുന്നത്. ICP വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും വിസ നിശ്ചിത ദിവസത്തേക്ക് പുതുക്കാമെന്ന് അധികൃതർ അറിയിച്ചു. UAE-യിൽ എമിറേറ്റ്സ് ID വിസ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. അതേസമയം നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഫെഡറൽ അതോറിറ്റിയിൽ നിന്ന് അറിയിപ്പുകൾ ലഭിച്ചതായി ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി. 100 ദിർഹമാണ് വിസയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് ID, സന്ദർശക വിസ, റെസിഡൻസ് വിസ എന്നിവയ്ക്കെല്ലാം നിരക്ക് വർധനവ് ബാധകമാണ്. ഇതോടെ 270 ദിർഹമായിരുന്ന എമിറേറ്റ്സ് ID നിരക്ക് 370 ദിർഹമായി ഉയർന്നിട്ടുണ്ട്. ഒരു മാസത്തെ സന്ദർശക വിസ നിരക്കും 270 ദിർഹമിൽ നിന്ന് 370 ദിർഹമായി. ദുബായ് എമിറേറ്റിൽ നിരക്ക് വർധനയെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. സന്ദർശക വിസ UAE-യിൽ നിന്ന് തന്നെ പുതുക്കാൻ കഴിയില്ല എന്ന നിബന്ധന പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് വിസ നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇതോടെ പ്രവാസികളുടെ വിസ ചെലവേറും. ഒമാനിലേക്ക് ബസ് മാർഗം യാത്ര ചെയ്ത് എക്സിറ്റ് അടിച്ച് പുതിയ വിസയുമായി തിരിച്ചെത്തുന്ന സംവിധാനം നിലച്ചതോടെ വിമാനത്തിലാണ് പ്രവാസികൾ ഒമാനിലും മറ്റു രാജ്യങ്ങളിലും വിസ പുതുക്കാൻ പോകുന്നത്. 90 ദിവസ വിസ നിർത്തലാക്കിയതും പ്രവാസികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അടുത്തിടെ വിസ ഫൈൻ 50 ദിർഹമായി ഏകീകരിച്ചിരുന്നു. ഇതുവഴി സന്ദർശക വിസക്കാരുടെ ഫൈൻ നിത്യവും 100 ദിർഹം എന്നതിൽ നിന്ന് 50 ദിർഹമായി കുറഞ്ഞുവെങ്കിലും താമസ വിസക്കാരുടേത് 25 ദിർഹമിൽ നിന്ന് 50 ദിർഹമായി ഉയർന്നിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.